ഹലോ, ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോവയ്ക്ക, വെണ്ടയ്ക്ക, പച്ചമുളകും ഉപ്പും ചേർത്തൊരു മെഴുക്കുരട്ടി. അത് മാത്രം മതി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത മെഴുക്കുരട്ടി നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി റെഡിയായി. ഇനി നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം. ചമ്മന്തിക്ക് വറ്റൽമുളക് ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഒന്നും ഇട്ട ചമ്മന്തി അരച്ചാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. അപ്പം തേങ്ങ, ഉപ്പ്, ഇച്ചിരി പുളി, കുറച്ച് കൊച്ചുള്ളി, നമ്മുടെ വറ്റൽമുളക്, അതുപോലെ കരിയാപ്പിലയും ചേർത്ത് നമ്മുടെ ചമ്മന്തി, അടിപൊളി ചമ്മന്തി റെഡി. വേണ്ട ഇങ്ങനെ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട പറമ്പിൽ നിന്ന് നമ്മുടെ വെള്ളക്കാന്താരി പൊട്ടിക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ ഉണ്ട്. അപ്പം ഈ കാന്താരി ഒരു 3 മതി, നല്ല എരിയുണ്ട് ഇതിന്. അപ്പം ഇത് 3 ഇഞ്ചി, കുറച്ച് ഇഞ്ചി, കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് മോരിൽ ചേർത്ത് എടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ, ദഹനത്തിനൊക്കെ നല്ല. അപ്പം പച്ചമുളകിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ടും കുറച്ച് കരിയാപ്പില ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പച്ചമോര് റെഡി. ഇങ്ങനെ. ഇനി നമുക്ക് നോൺ വെജ് എന്തെങ്കിലും വേണമല്ലോ. അപ്പം നമുക്ക് മത്തി ഇന്നലെ മസാല പുരട്ടി വെച്ചതുകൊണ്ട് നമുക്കതൊന്ന് നല്ലതായിട്ട് വറുത്തെടുക്കാം. അപ്പം മത്തി വറുത്തതും റെഡി. ഇനി ഒരു ഏത്തക്ക മെഴുക്കുരട്ടിയും കൂടെ വെക്കണം. നമ്മുടെ നിക്കിയുടെ ഫേവറേറ്റാണ്. അപ്പം അതിന് ഏത്തക്ക അരിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തൊന്ന് ഇളക്കി അങ്ങ് മെഴുക്കുരട്ടിയാൽ മതി. ഉപ്പ് പറ്റിക്കൊന്നും വേണ്ട. അങ്ങനെ വേണ്ട, നമ്മുടെ മെഴുക്കുരട്ടി റെഡി. ഇനി ഉണ്ടാലോ, ചോറുണ്ണാം. അപ്പം ചോറുണ്ണാനായിട്ട് ആദ്യം നമ്മൾ വെച്ച വെണ്ടയ്ക്ക, കോവയ്ക്ക മെഴുക്കുരട്ടി, ഏത്തക്ക മെഴുക്കുരട്ടി, പിന്നെ നമ്മുടെ മീൻ വറുത്തത്, അതുപോലെ തന്നെ ചമ്മന്തി, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, പിന്നെ ഇന്നലത്തെ മീൻ കറി പറ്റിയിരിക്കുന്നു, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമോരും. ആഹാ, ഉഷാറായിരുന്നു ഇന്നത്തെ ഊണ്. നിങ്ങൾ ഇന്ന് എന്തായിരുന്നു ഉച്ചയ്ക്ക് ഊണ്? അപ്പോൾ എൻ്റെ ചാനലിൽ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല സൂപ്പർ ഊണായിരുന്നു ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.